ഈ ഡയറി മിൽക്കിട്ട് കോൾ ഐസ്ക്രീം ഒത്താക്കാൻ പോവുകയാണ്. ഗൈസ് ഇത് ഐസ്ക്രീം ഒത്താക്കാൻ കുറച്ച് നേരം ഇങ്ങനെ ഇടണം. മെൽട്ടാകണം ഗൈസ്. ഇത് ഇനി മെൽട്ടായിട്ടിട്ട് ഇനി ഇത് കോല് കുത്തി വെച്ചിട്ട് ഫ്രിഡ്ജിൽ 1.5 മണിക്കൂർ വെക്കണം. ഗൈസ് കിട്ടില്ല, അത് കുറച്ച് സ്പൂണാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സ്റ്റിക്കിന് പകരം സ്പൂൺ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഗൈസ്. വെക്കുകയാണ് ഗൈസ്. ഗൈസ് കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഗൈസ് ആ ഐസ്ക്രീം ആകുന്ന കുറേ നേരം മുമ്പ് അമ്മച്ചിയമ്മയുടെ പൂന്തോട്ടം ഒന്ന് കാണാം. ഗൈസ് ഇവിടെ താമരയുടെ പൂ വിരിഞ്ഞിട്ട് വാടി നിൽക്കുവാണ് ഗൈസ്. വേറെ പൂ നോക്കാം ഗൈസ്. താമരയുടെ വിത്താണ് ഗൈസ് ഇത്. ഗൈസ് ഇതാണ് തൂക്കുതമ്പലത്തി. ഇത് ഇവിടെ ഒത്തിരി ഉണ്ട്. അതുപോലെ വേറെ ടെമ്പലത്തിലുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ്. ഇതാണ് ബോൾസം ഗൈസ്. ഈ പൂ ഏതാണെന്ന് അറിയത്തില്ല, നിങ്ങൾക്കറിയാത്ത കമന്റ് ചെയ്തേ ഗൈസ്. ബട്ടർഫ്ലൈ ചെടി ഒരുപാടുണ്ടായിരുന്നു, അതിപ്പോൾ വാടിപ്പോയതാണ് ഗൈസ്. ഗൈസ് ഇതാണ് കമ്മല് ചെടി. നിങ്ങൾക്കറിയാവുന്ന വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണേ ഗൈസ്. ഇവിടെ ചാമ്പയ്ക്കുണ്ട്. ചെത്തിപ്പൂവുണ്ട് ഗൈസ്. റംബുട്ടാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഐസ് അയക്കാതെ നമുക്ക് നോക്കാം ഗൈസ്. ഞങ്ങൾ ഐസ് ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ കോലം ഗൈസ്. നമുക്കിതൊന്ന് കണ്ടിട്ട് നോക്കാം. ഗൈസ് നിശാഗന്ധി എന്ന് പറയുന്ന ഒരു പൂ ഞങ്ങളെ വീട്ടിലോട്ട്. നിങ്ങൾക്കറിയാവോ? ഇതാണ് ഇതിന്റെ ഇലയിലും പൂ വരും ഗൈസ്. ഇതിനെ മൈക്ക് പൂവെന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ വേറെ വല്ല പേരറിയായിട്ട് പറയുന്ന കമന്റ് ഗൈസ്. അത്ര ബെറ്ററായിട്ടില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ഏതൊന്നും തേച്ചിട്ടില്ലാത്തവർക്ക് ആ ടേസ്റ്റ് തന്നാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കമന്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.